നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്നത് ബോട്ട് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ബാസ്ഹെഡ്സ് 220 എന്ന ഹെഡ്സെറ്റാണ്. ഫ്ലിപ്കാർട്ടിൽ 550 രൂപ വില വരുന്ന ഈ ഒരു ഹെഡ്സെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഇയർ വാറണ്ടി കാർഡ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ അതിനകത്ത് മറ്റൊരു ചെറിയ കവറിനകത്തായിട്ട് കുറച്ച് ഇയർബഡ്സ് കൂടി തന്നിട്ടുണ്ട്. വിവിധ സൈസിലുള്ള ഇയർബഡ്സ് നൽകിയിട്ടുണ്ട് അവർ. കാണുക. അതുപോലെ നമുക്ക് ഹെഡ്സെറ്റിൻ്റെ ഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്ന് വരുന്നത് എൽ ഷേപ്പിലുള്ള പിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിന്ന് സാധാരണ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പിന്നേക്കാളും കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പിന്നിൻ്റെ ഈ ഒരു ഭാഗം പലപ്പോഴും കട്ടായി പോകുന്ന അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ ഒരു പിന്നിൽ അത്തരം ഒരു പ്രോബ്ലം വരത്തില്ല. അതുപോലെ തന്നെ വളരെ മികച്ച ബിൽഡ് ക്വാളിറ്റിയിലുള്ള ഒരു കേബിളാണ് ഇവർ ഈ ഒരു ഹെഡ്സെറ്റിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ അകത്തൊരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷൻ സപ്പോർട്ടിംഗ് ഉള്ള ഒരു മൈക്കാണ് ഇവർ നൽകിയിരിക്കുന്നത്. ആ മൈക്കിൻ്റെ മേലെയും ഒരു ബോട്ടിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഒരു മെറ്റലിൻ്റെ പീസുണ്ട്, അതിനകത്തും ബോട്ടിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇയർബഡ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് മെറ്റൽ ബോഡിയാണ്, പ്ലാസ്റ്റിക് അല്ല, മെറ്റലാണ്. രണ്ട് മെറ്റൽ തന്നെയാണ്. അപ്പോൾ വളരെ മികച്ചൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ മെറ്റൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഭാരം കൂടുതലാണെന്ന് കരുതുന്നുണ്ടാകും. എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റാണ്. നമ്മുടെ കയ്യിൽ എടുത്താൽ നമുക്ക് വളരെ ഭാരം കുറവാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ യൂസ് ചെയ്ത സമയത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഓരോരുത്തരുടെയും ചെവിക്ക് അനുസൃതമായിട്ടുള്ള, ചെവിയിൽ വെച്ചാൽ ഊരിപ്പോകുന്ന വരുന്നവർക്ക് വിവിധ സൈസിലുള്ള, അതായത് ഓരോ സൈസിലുള്ള ഇയർബഡ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ചെവിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെന്ന് വെച്ചാൽ അത് ഇടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷർട്ടിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നൊരു ക്ലിപ്പ് ഇതിനവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ചെവിയിൽ വയ്ക്കുമ്പോൾ അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ക്ലിപ്പ് കൂടി നൽകിയിട്ട് ഇത് നമുക്ക് ഇയർബഡ്സിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ള കേബിൾ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഹെഡ്സെറ്റ് കുരുങ്ങി പോകുന്നുള്ളത്. ഈ ഒരു ഫ്ലാറ്റായിട്ടുള്ള കേബിൾ ആയതുകൊണ്ട് തന്നെ കുരുങ്ങി പോകുന്നുള്ളൊരു ഭയമില്ല. അതുപോലെ തന്നെ വയറ് കട്ടായി പോകുന്ന ഒരു പ്രോബ്ലം ഇല്ല. കാരണം വളരെ മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ബോട്ട് ഈ ഒരു ഹെഡ്സെറ്റിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നതിന് ബാസ്ഹെഡ്സ് എന്നാണ്. പക്ഷേ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഹെഡ്സെറ്റിന് ബാസിനേക്കാൾ കൂടുതൽ ട്രെബിളാണ് നൽകുന്നത് ഔട്ട്പുട്ടായിട്ട്. അതായത് ബാസിനേക്കാൾ കൂടുതൽ ട്രെബിളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ഫോണിൻ്റെ പ്രോബ്ലം ആണെന്ന് കരുതി സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് നോക്കി, ഐഫോണിൽ കണക്ട് ചെയ്ത് നോക്കി, മറ്റ് ഒട്ടനവധി ഫോണുകളിൽ കണക്ട് ചെയ്ത് നോക്കി. എല്ലാത്തിലും തന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ട്രെബിളിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എനിക്ക് തോന്നി. സൗണ്ട് ക്വാളിറ്റി പറ്റി പറയുകയാണെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വളരെ മികച്ചൊരു സൗണ്ടിനാണ് നൽകുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ബാസ് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്നും ഔട്ട്പുട്ടായിട്ട് നൽകുന്നില്ല. ഈ ഒരു ബഡ്ജറ്റിന് ആവശ്യമായ ഇതിലുള്ള ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റി നൽകുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ബാസ് നൽകുന്നുണ്ട്. വളരെ മികച്ച ഒരു ബാസ് ഔട്ട്പുട്ടിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാലും അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടേണ്ടതായിട്ടുള്ള മീഡിയം റേഞ്ചിലുള്ളൊരു ബാസ് കിട്ടുന്നുണ്ട്. ഇത്രയുമൊക്കെയാണ് ബോട്ടിൻ്റെ ഈ ഒരു ഹെഡ്സെറ്റിനെ പറ്റി പറയേണ്ടത്. ഓവറോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം മികച്ച ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന മികച്ച ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുള്ളവർക്ക് ഇതിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും നന്ദി, നമസ്കാരം.